തൃശൂർ സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികൾ എങ്ങനെയാണ് പൂക്കളം ഇട്ടുന്നത് കാണാം. അപ്പോൾ ലിഷോയ് നമുക്കൊപ്പം ഉണ്ട്. ലിഷോയ്, നല്ല ആശയമാണ്. നാനോ കുടുംബങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാത്തിലും അതിൻ്റെ ചെറു പതിപ്പുകൾ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പൂക്കളത്തിലും കുട്ടികളുടെ ഒരു പരീക്ഷണം ഇതൊക്കെയാണ് ഇനി പറ്റുക അല്ലേ? തീർച്ചയായും. അതായത് നമ്മൾ സാധാരണഗതിയിൽ പൂക്കള മത്സരം എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിലൊക്കെ പൂക്കള മത്സരം എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസ്സുകളിലും പൂക്കളം ഉണ്ടാക്കി അത് അങ്ങനെയാണ് ഒരു മത്സരം സംഘടിപ്പിക്കാറുള്ളത്. ഇതിപ്പോൾ മറ്റൊരു വ്യത്യസ്തമായൊരു മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പൂക്കള മത്സരങ്ങളിലെല്ലാം തന്നെ പൂവ് വാങ്ങി പുറമേ നിന്ന്, അതായത് മറ്റേ നമ്മളുടെ നാട്ടുപൂക്കളൊന്നുമല്ല ഉണ്ടാകാറുള്ളത്. അതൊക്കെ മാറി സാധാരണഗതിയിൽ കമ്പോളങ്ങളിൽ നിന്ന് ലഭിക്കാറുള്ള പൂക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പൂക്കളമാണ് ഒരുക്കാറുള്ളത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നാട്ടിൻ പുറത്തെല്ലാം ലഭിക്കുന്ന പൂക്കൾ, നമ്മൾ പറിച്ചു കൊണ്ടുവരുന്ന പൂക്കൾ ഉപയോഗിച്ച് ഒരു ചെറിയ പൂക്കളം, അത് കുട്ടികളെ കൊണ്ട് അത്തരത്തിൽ അവർ തന്നെ ഡിസൈൻ ഉണ്ടാക്കി, അവർ തന്നെ ഓരോ ബെഞ്ചിലും ഇത്തരത്തിൽ പൂക്കളങ്ങൾ ഉണ്ടാക്കി അവരെ കൊണ്ട് തന്നെ അത് കൃത്യമായ നല്ല രീതിയിൽ ഇടാനായുള്ളൊരു അവസരം ഒരുക്കിയാണ് ഈ അധ്യാപകർ അത്തരത്തിലൊരു നാനോ പൂക്കളം മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത് അധ്യാപകരുടെ എല്ലാം സഹായത്തോടു കൂടി, ചെറിയ ക്ലാസ്സുകളിലെല്ലാം അധ്യാപകരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പൂക്കളം എല്ലാം ഇടാറുള്ളത്. അതിനോടൊപ്പം തന്നെ വില കൊടുത്ത് പൂക്കൾ വാങ്ങി എത്തിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിൽ പൂക്കളം എല്ലാം ഇടാറുള്ളത്. പക്ഷേ ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതായത് ഒരു മുൻ കാലങ്ങളിലേക്ക് ഒരു കുട്ടികളെ ഒന്ന് കൊണ്ടുപോവുക, അവർക്ക് അത്തരത്തിൽ പൂക്കൾ പറിച്ച് പൂക്കളം ഇടാനുള്ള അവസരം